സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ് റേഷൻ മേഖല. മാർച്ച് മാസത്തിൽ റേഷൻ വാതിൽപ്പടി വിതരണം പ്രതിസന്ധിയിലാണ്. ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർക്ക് കുടിശ്ശിക ഇനത്തിൽ കോടികൾ നൽകാനുള്ളതിനാലാണ് വിതരണം പ്രതിസന്ധിയിലായിരിക്കുന്നത്. കൂടാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് വിതരണം മുടങ്ങിയിട്ട് 4 മാസം പിന്നിടുകയാണ്. ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാണ്. മരുന്ന് വിതരണത്തിലുള്ള കുടിശ്ശിക തീർക്കാത്തതിനെ തുടർന്നാണ് വിതരണം നിർത്തിവെച്ചത്. അതേസമയം മലപ്പുറത്തേക്ക് വന്നാൽ മലപ്പുറം പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിൽ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചത് ഹൃദയാഘാതം മൂലമാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരുന്നു. ഇതിൽ 2 പോലീസുകാരെ നേരത്തെ സസ്പെൻഡൊക്കെ ചെയ്തിരുന്നു. ഗൂഗിളുണ്ട്. ഗൂഗിൾ, റേഷൻ വിതരണം അത് തുടർച്ചയായി ഓരോ ദിവസവും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ആദ്യം ഇപ്പോസ് മിഷനുകൾ പ്രതിസന്ധിയാണെങ്കിൽ ഇപ്പോൾ സാധനങ്ങൾ ലഭിക്കാത്ത പ്രശ്നങ്ങൾ, കരാറുകാർക്ക് പണം നൽകാത്ത പ്രശ്നങ്ങൾ, അങ്ങനെ റേഷൻ വിതരണം ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ കുഴപ്പത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ? ഉമേഷ്, റേഷൻ വിതരണക്കാർ മറ്റൊരു കാര്യം കൂടി ഇന്ന് അറിയിച്ചിട്ടുണ്ട്. ഭക്ഷ്യവകുപ്പിന് അവർ ഇന്നൊരു കത്ത് നൽകിയിട്ടുണ്ട്. അതായത് ഇ പോസ്റ്റ് മെഷീൻ്റെ തകരാറുകൾ, സെർവർ തകരാറ് പരിഹരിച്ചില്ലെങ്കിൽ ഇന്ന് മുതൽ റേഷൻ വിതരണം നിർത്തിവെക്കും എന്ന് സംബന്ധിച്ച് ഇന്നലെ തന്നെ ഭക്ഷ്യവകുപ്പിന് റേഷൻ വിതരണക്കാർ ഒരു കത്ത് നൽകിയിരുന്നു. ഈ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നിരവധി പ്രതിസന്ധികളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് നേരത്തെ പറഞ്ഞതുപോലെ FCI ഗോഡൌണിൽ നിന്ന് ഈ ട്രാൻസ്പോർട്ട് കമ്പനിക്കാർ, അതായത് റേഷൻ കടകളിൽ ഈ റേഷൻ സാധനങ്ങൾ എത്തിക്കുന്ന ആളുകൾ ഇന്ന് മുതൽ, ഈ മാർച്ച് മാസം മുതൽ ഈ FCI ഗോഡൌണിൽ നിന്ന് സാധനങ്ങൾ സംഭരിക്കില്ല, അത് റേഷൻ കടകളിലേക്ക് എത്തിക്കില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവർക്ക് 2 മാസത്തോളമായിട്ടുള്ള 150 കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാർ കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത്. അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഈ FCI ഗോഡൌണുകളിൽ നിന്ന് സാധനം സംഭരിച്ചതിൻ്റെ, വിവിധ റേഷൻ കടകളിൽ എത്തിച്ചതിൻ്റെ തുക 150 കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ ഈ ട്രാൻസ്പോർട്ട് കമ്പനിക്കാർക്ക് നൽകാനുണ്ട്. അത് ലഭിക്കാതെ ഈ മാർച്ച് മാസത്തെ ഭക്ഷ്യവസ്തുക്കൾ FCI ഗോഡൌണുകളിൽ നിന്ന് എടുക്കേണ്ടതില്ല എന്നാണ് ഈ വിതരണക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മാസത്തെ വിതരണം മുടങ്ങാൻ ആണ് സാധ്യത. ഇപ്പോൾ റേഷൻ കടകളിൽ സാധനം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസത്തെ സ്റ്റോക്കുകളായിരുന്നു. കാരണം എല്ലാ മാസവും ഈ പോസ്റ്റ് മെഷീനുകൾ തകരാറാവുകയും അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ, റേഷൻ സാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടി റേഷൻ കടയിലേക്ക് എത്തുന്ന ആളുകൾക്ക് ഈ കൃത്യമായി ഭക്ഷണങ്ങൾ, ഈ റേഷൻ സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കാത്തതിൻ്റെ സാഹചര്യത്തിൽ എല്ലാ മാസത്തെയും സ്റ്റോക്കുകൾ കുറച്ച് ബാക്കിയാകാറുണ്ട്. ആ ബാക്കിയുള്ള സാധനങ്ങളാണ് ഈ മാർച്ച് മാസം ഈ 10-ാം തീയതി 15-ാം തീയതിയിലേക്ക് അടുക്കുമ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർച്ച് മാസത്തെ ഭക്ഷ്യവസ്തുക്കൾ ഇതുവരെ ഈ ട്രാൻസ്പോർട്ട് കമ്പനിക്കാർ ഈ FCI ഗോഡൌണിൽ നിന്ന് കളക്ട് ചെയ്തിട്ടില്ല. ഈ ജനുവരി ഫെബ്രുവരി മാസത്തെ കുടിശ്ശിക 150 കോടിയോളം രൂപ ഈ റേഷൻ സാധനങ്ങൾ വിതരണം ചെയ്ത വകയിൽ കിട്ടാനുള്ളത് ലഭ്യമാകാതെ മാർച്ച് മാസത്തെ ഭക്ഷ്യവസ്തുക്കൾ FCI ഗോഡൌണിൽ നിന്ന് എടുക്കില്ല എന്നും അത് റേഷൻ കടകളിൽ എത്തിക്കില്ല എന്നുമാണ് ഇപ്പോൾ വിതരണക്കാർ അറിയിച്ചിരിക്കുന്നത്. 150 കോടി രൂപയാണ് ലഭിക്കാനുള്ളത്. ഈ രീതിയിൽ ഈ 150 കോടി രൂപ വിതരണക്കാർക്ക് നൽകിയില്ലെങ്കിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയാണ്. നിലവിലെ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഈ 150 കോടിയൊക്കെ കൊടുക്കുക എന്നത് എത്രത്തോളം പ്രായോഗികമാണ് എന്നത് നമുക്ക് ചിന്തിക്കാവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ റേഷൻ വിതരണം വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മണിക്കൂറുകൾ തന്നെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നാണ് ഗൂഗിളെ മനസ്സിലാക്കുന്നത്. അപ്പം